ഗൈസ് ഇന്ന് രാവിലെ നീച്ചപ്പോ ഇവിടെ ബുക്കില് ആട് മട്ടൻ ബീഫ് എന്ത് യമനല്ല എനിക്കോ കത്ത് വിദ്യാഭ്യാസം കിട്ടിയില്ല. എന്റെ കുട്ടിക്ക് ഇപ്പൊ അതന്നെ അവസ്ഥ. ഓരോന്ന് പഠിപ്പിച്ചിന്റെ അന്ന് തന്നിട്ട് എമ്മക്കോ കിട്ടിയില്ല. ഇതന്നെ ഇപ്പത്തെ തലമുറക്ക് മറ്റേ പറഞ്ഞ മാതിരി തലമുറ അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ പാരമ്പര്യം. എല്ലാവർക്കും നല്ല പാരമ്പര്യം കിട്ടിയാൽ നമ്മക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത പാരമ്പര്യം ഒന്നും എനിക്ക് തോന്നുന്നു. എന്ത് പൂജയിടും അതേമാതിരി ഞാനൊക്കെ 8ഉം 16 നല്ല ഇടും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഓട് പിടിപ്പിക്കണ്ട്. ഗായ്സ് നിങ്ങള് പഠിപ്പിച്ചതൊന്നല്ല. ഇന്ന് കോഴിക്ക് എന്താ പറയാ? ചിക്കൻ. ഇന്ന് ബീഫിന് എന്താ പറയാ? ആര്? നല്ല കോലായി. പോത്തിനാണ് ബീഫ് പറയാ? അപ്പൊ ബഫല്ല എന്താ? ബഫല്ലാണ് ബീഫ്. ബഫലോ ആണ് ബീഫ്. ഞങ്ങള് അവിടെ പോത്തിറച്ചി ഉണ്ടോ പയ്യിറച്ചി ഉണ്ടോ മൂറിയിറച്ചി ഉണ്ടോ ബഫലും ഞങ്ങൾ പറഞ്ഞില്ല. ഹോട്ടലിൽ പോയിട്ട് ഒരു പ്ലേറ്റ് ബഫല്ലോ ഒന്ന് വരുമെന്ന് ആരെങ്കിലും പറയോ? ആരും അറിയില്ല. ബീഫ് അപ്പൊ പിന്നെ ഉമ്മ പറഞ്ഞ വിദ്യാഭ്യാസത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പ്ലേറ്റ് ചിക്കൻ എന്നല്ല നിങ്ങൾ പറയാ? ഒരു പ്ലേറ്റ് കോഴി എന്ന് പറയും. കോഴി ആവും, നാടൻ കോഴി ആവും, പൂവൻ കോഴി ആവും, തള്ളമ്മ കോഴി ആവും. കോഴിക്ക് പറയുന്നത് എന്താ? ഹെൻ. ഇപ്പത്തെ കാലത്തല്ലേ? അതെ, ഇപ്പത്തെ കാലത്തും ഇംഗ്ലീഷില് കോഴിക്ക് ഹെൻ എന്നാ പറയാ. മറ്റത് ആൺകോഴിക്ക് പൂവൻ കോഴി അറിയും. നിങ്ങളേ ദയവ് ചെയ്തിട്ട് അടുക്കളയില് ഫുഡ് മാത്രം വെച്ചാ മതി. അവിടക്ക് ഞങ്ങളായില്ല വിദ്യാഭ്യാസം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ കുട്ടിക്ക് ചോറ് എങ്ങനെ വെക്കാൻ പഠിപ്പിക്കാന്നൊക്കെ പഠിപ്പിച്ചെടുത്തോളി. ബുക്കില് 4 അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്തിട്ട്. എനിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാ പറഞ്ഞു പഠിപ്പിക്കണ്ടാന്ന്. പെണ്ണൊക്കെ 4 ഭാഗം വരച്ചിട്ട് കളഞ്ഞില്ലേ? അതിന് പെണ്ണൊന്നും കൊടുക്കല്ലേ? ഇവിടെ മറ്റോ പറഞ്ഞ മാതിരി പെണ്ണുങ്ങളോട് പറഞ്ഞു ഓണമൊക്കെ അല്ലേ എല്ലാരും ഹിജാബ് ഇട്ടിട്ട് ഡാൻസും ഡാൻസ് കളിക്കണു, തിരുവാതിര കളിക്കണു ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഡാൻസ് കളിക്കുക, തിരുവാതിര കളിക്കുക, ഓണപ്പൂക്കളൊക്കെ ഇട്ടോളി. ദയവ് ചെയ്തിട്ട് ഓണസദ്യ മാത്രങ്ങൾ ഉണ്ടാക്കരുത് എന്ന്. എന്താ ഇപ്പുറത്തെ ഇലയിൽ സാമ്പാർ വെച്ചാൽ അപ്പുറത്തെ ഇലയൊക്കെ പോണ്, അത് ഇങ്ങനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അതേമാതിരിയാണ് നമുക്ക്. അതാ പറഞ്ഞ അത് സാമ്പാറാവില്ല, പരിപ്പ് കറി ആവുള്ളൂ. അതായത് ഞമ്മള് വെക്കണ പോലെ ബീഫും പത്തിരിയും ഓല് വെക്കണ പോലെ സാമ്പാറൊന്നും കൂട്ടിയാൽ കൂടൂല. പറ്റായതിൽ വെക്കണോലുണ്ട്, പക്ഷെ നമ്മുടെ സാമ്പാർ കൂട്ടാനും വെക്കണോലുണ്ട്. പക്ഷെ ഒരു ഇത്ര ശതമാനം എന്നുള്ള എനിക്ക് സാമ്പാറും കറിയും വെക്കാൻ അറിയോ? ഇല്ലല്ലോ. ഓല് വെക്കണേന് വേറെ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ തിന്നണവർക്ക് മനസ്സിലാവില്ലല്ലോ നിങ്ങൾ ഞാൻ ഓല് വെക്കണം മരം വെക്കണം എന്നുള്ളത്. നിങ്ങൾ വെക്കണുണ്ടാവും, പക്ഷെ അതേമാതിരി ആവലില്ല. അതേമാതിരി ആവലില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വെക്കണൊക്കെ ഉണ്ടാവും. വാങ്ങിയിട്ട് എണ്ണയിൽ വറുത്ത് പൊടിച്ചിട്ടാണ് ഓലിടുക. നമ്മള് സാമ്പാർ പൊടി ഇടുക, അതൊരു വ്യത്യാസമുള്ളൂ. അപ്പൊ അതേമാതിരി വറുത്തരച്ച് പൊടിച്ചാൽ അതേപോലെ ഉണ്ടാക്കാൻ മതിയാവും. വറുത്തരച്ച് പൊടിച്ചാൽ നല്ല രസമായിരിക്കും. പക്ഷെ കറിയിൽ വെള്ളം കൂടി എന്താ ചെയ്യാ? വെള്ളം കൂടിയ ചോറ് തോന്നിടുക. നിങ്ങളൊന്നും സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല, അതാ ഞാൻ പറഞ്ഞേ. നമ്മൾ ആ ചേച്ചിയോടൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിന്റെ ടേസ്റ്റ് റെജിന് നമ്മുടെന്നല്ല, ഓലെ കാറ്റഗറിയിലെ എല്ലാ ആൾക്കാരുടെ പെരയിലെ സാമ്പാറിനും നമ്മുടെ പെരത്തെ സാമ്പാറിനും നല്ല മാറ്റമുണ്ട്. ഹോട്ടൽ സാമ്പാർ ചെറിയ സാമ്പാർ രസമുണ്ട്. അത് നമ്മുടെ കൂട്ടുകാരെ കടയിൽ പോയി കഴിഞ്ഞാല് സാമ്പാർ വലിയ കഷ്ടമായിട്ട്. ഈ ആനന്ദഭവൻ, ശരവണ ഭവൻ അങ്ങനത്തെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുമ്പോ കറക്റ്റ് സാമ്പാറൊക്കെ തമിഴ്നാട് ഹോട്ടലിൽ പോണം. അത് സാമ്പാറല്ല, അത് കായക്കൂട്ടാനാണ്. ചെപ്പശ്ശേരിയിലെ ശരവണഭവനിലൊക്കെ നല്ല സാമ്പാർ കിട്ടും അല്ലേ? അവിടുന്ന് ഒരു ദിവസം നമുക്ക് ഓണസദ്യ കഴിക്കാം. അപ്പൊ അത് നിങ്ങക്ക് കിട്ടൂലേ? കടയിൽ പോയാൽ കിട്ടൂലേ കട്ടക്കായൊക്കെ?
പിന്നെന്താ അത് കിട്ടാത്ത സാധനമൊന്നുമില്ലല്ലോ ഓൾക്ക് പിന്നെ എവിടെ കിട്ടണേ നല്ല രസമാണ് സാമ്പാർ. നല്ല രസമാണ് സാമ്പാർ. അപ്പൊ ഇതൊക്കെയാണ് രാവിലെ നീച്ചപ്പോ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കുട്ടിയുടെ നോട്ട് ബുക്കിന്റെ ബാക്കിൽ കുറെ കോഴിയും കാളുടെ ഒക്കെ ചിത്രമുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കണമല്ലോ. അപ്പൊ ശരിക്കും അതാ എടുക്കുന്ന വെച്ചാൽ കുഴപ്പമില്ല. ഇനി മട്ടന് എന്താ പറയാ, ആടിന് എന്താ പറയാ, ആടിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഗോട്ട്. ഇംഗ്ലീഷ് മട്ടനല്ലേ? ഇംഗ്ലീഷിൽ ഗോട്ട്. പണ്ടത്തെ കാലത്ത് തള്ളാർക്കൊന്നും അറിയില്ല. പിന്നെ അറിയാത്തത് കുട്ടിക്ക് ഇംഗ്ലീഷാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചെടുക്കരുത്, മലയാളമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചെടുത്തോണ്ടുണ്ടു. അപ്പുറത്തിരുന്നിട്ടേ പറയാണ് ഇത് ചിക്കൻ, ഇത് നമ്മള് മലയാളത്തിൽ കോഴി എന്ന് പറയും, ഇംഗ്ലീഷിൽ ചിക്കൻ എന്ന് പറയുന്നത്. അപ്പൊ ഹെന്ന് എന്തിനാ പറയാ, ബഫലോ എന്ന് എന്തിനാ പറയാ, അത് പഠിപ്പിച്ചെടുക്കി. കടയിൽ പോയിട്ട് ഉമ്മ പറഞ്ഞേ, കടയിൽ പോയിട്ട് ഒരു പ്ലേറ്റ് ബഫലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഹെന്ന് വേണമെന്ന് ആരും പറയില്ലല്ലോ. സംഭവം ശരിയാണ്, അതാരും പറയലില്ല. ഇംഗ്ലീഷിലോ? എന്നാ ആദ്യം നിങ്ങളൊന്ന് പറയും. മലയാളത്തിൽ നിങ്ങളിപ്പോ മുതിര എന്നല്ലേ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കും, ഇപ്പഴത്തേക്ക് ഇരിക്കും. അവർക്ക് വെളിച്ചല്ല, അവിടെ നല്ല ഇർട്ടാ. എന്നാ വിദ്യാഭ്യാസം ഉള്ളവരോട് ചോദിക്കാം, മുതിരക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാ? അറിയില്ലേ? നിങ്ങൾ പറയും, പറഞ്ഞു കൊടുക്കും. ഇംഗ്ലീഷ് മലയാളം എന്റെ കുട്ടികളെ അവസ്ഥ. കൊള്ളു അനക്കറിയോ? കൊള്ളു എന്ന് പറഞ്ഞ മുതിര എന്ന് പറയാം. നമ്മുടെ ഈ നാട്ടില് മുതിര, നമ്മള് പാലക്കാട് വൈക്ക് കൊള്ളും, അവിടെ ആ വൈക്കുള്ള മുതിര അറിയില്ല. നിങ്ങളുടെ നാട്ടില് മറ്റേ കോറ എന്താ പറയാ? മുത്താറ്. ആര്? മുത്താറ് പറഞ്ഞാ കോഴിക്കോട് ഉണ്ട് ഒരു ചെങ്ങായി മുത്താറ്. ഇക്ക ഞാനൊരു കുറച്ച് മുത്താറി വാങ്ങി തരട്ടെ ഇവള് എന്താ അരീക്കോട് ഇങ്ങനെ നിർത്തും. എന്റെ വിചാരം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടൂലായിരിക്കാ ഈ മുത്താറി. ഈ കോറക്കാണ് ഈ മുത്താറി എന്ന് പറഞ്ഞാൽ എനിക്കറിയല്ലേ. അതിന് റാഗി എന്നും പറയും. റാവി പറഞ്ഞ നിങ്ങളെ നാത്തൂനല്ലേ? അതല്ല, റാഗി. ഇവളെന്താട്ടെന്ന് പറയാ, അരീക്കോട് ടൗണിൽ പോയി നിൽക്കും. എന്നിട്ട് ആ ബ്ലോക്കിന്റെ ഇടയിൽ വണ്ടി പാർക്ക് ചെയ്യാനും പാടെ സ്ഥലം ഉണ്ടാവൂല. അത് ഇതേന്ന് പറഞ്ഞു, വണ്ടി പാർക്ക് ചെയ്യാൻ കൂടി സ്ഥലം ഉണ്ടാവില്ല. എന്നിട്ട് പറയും ഞാൻ മുത്താറി വാങ്ങി വരട്ടെ. നിന്റെ വിചാരം എന്താ, ഇതിപ്പോ നമ്മളെ നാട്ടിലൊന്നും കിട്ടൂല, ഈ ഇടയിൽ കൂടെ പോയാൽ തന്നെ ഇപ്പൊ മുത്താറ് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കും. നോക്കി വരുമ്പോ എന്താ ഒരു കോറയാണ്. പേന തപ്പ് തന്നെയാണ്. ഇതാ അത് പേനല്ല മോളെ. അതൊക്കെ എന്നാലും എടുത്ത് പൊട്ടിച്ചിക്കണേ. കൊടുക്കണ്ട, ചുമരുമ്പോ കൂടെ വരെ ഇപ്പൊ വരേണ്ട പ്രായ. അപ്പൊ ഗായ്സ്, നമ്മൾ ഇന്ന് നല്ല ഒരു ഹൗസ് വാമിങ്ങിനും ഒരു കല്യാണത്തിനും പോകുന്നുണ്ട്. ലക്ഷറി വീടാണ്. നിങ്ങൾക്ക് പോലെ ചരിത്രം അറിയുമെങ്കിൽ ഒരു ഹെയർ ഓയിലുമ തുടങ്ങിയതാണ്, ഇപ്പൊ എവിടെ എത്തിയില്ലേ? എത്ര സ്ഥാപനങ്ങളായി. നമ്മളെ കല്യാണത്തിന്റെ അന്നാണ് ഹെയർ ഓയിൽ എല്ലാവർക്കും വന്ന് കൊടുത്തത്. ഞങ്ങളുടെ ഇത് നല്ല സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് അന്ന് കിട്ടിയായിരുന്നു. നമ്മള് അന്നത്തെ ആൾക്കാർ ഇന്നിപ്പോ എന്തായി? കോടീശ്വരന്മാരായി. നിങ്ങൾക്ക് മെല്ലെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കി കൂടാന്നില്ലേ? നിങ്ങൾക്ക് ഉണ്ടാക്കാറിയോ? എന്താ ഉണ്ടാക്കുക? അത് കേട്ടിട്ട് കാര്യമില്ല. ഹെയർ ഓയിൽ ഉണ്ടാക്കും നിങ്ങള്. തലയില് താരം പോവാനും താളിയൊക്കെ ഉണ്ടാക്കിയെന്നല്ലേ? ചെമ്പരത്തി താളിയൊക്കെ. താളി വെക്ക വണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ രാവിലത്തെ വിശേഷം. താരം പോവാൻ ചെമ്പരത്തിന്റെ ഇലയായിരുന്നു. ചൊറീനേന്റെ എന്തല്ല തലയിലോ? താരം പോവാനോ? നായിക്കോറിനെ എന്തായാലും എന്തെങ്കിലുമൊക്കെ തേക്കി. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഉമ്മാക്ക് ഞാനിവിടെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. കാരണം ഇംഗ്ലീഷ് നിങ്ങൾ പഠിപ്പിക്കരുത്, മലയാളം നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോളൂ. ഓക്കെ, അപ്പം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്.
ഇതൊരു കണ്ടന്റ് ആയിട്ട് ആദ്യം കാണണ്ട, ഇതൊരു കോമഡി ആയിട്ട് കണ്ടാൽ മതി. രാവിലത്തെ അങ്കായിരുന്നു ഇവിടെ, അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒരു കണ്ടന്റ് ആക്കിക്കണേ. ഓക്കെ, ഇനി വൈകുന്നേരത്തെ ഒരു കണ്ടന്റ് വേറെ എടുക്കാണ്ട്, അത് ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് പെൻഷൻ എന്താ കിട്ടുക? തുഞ്ഞിന്ന് 4 കഫ്താടുക്കി മൈജോൾക്ക് വരുമാനം ഉണ്ടാക്കി. എത്ര കഫ്താൻ പോയി? ഇനി എത്ര ഉണ്ട്? ബാക്കിയൊക്കെ തരുന്നോ? എത്ര ആൾക്കാരെ എടുത്തിക്കണേ? ആ കഫ്താനൊന്ന് പൊക്കി, വെയിറ്റ് ഉണ്ടത് ഇടാ, അതിന് ഇട്ടിട്ടില്ലല്ലോ. പിടിക്കാൻ നല്ല സുഖല്ലേ? അത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നോക്കട്ടെ, നിങ്ങൾക്ക് കഫ്താൻ ചേരുന്നുണ്ടോ നോക്കട്ടെ. ഈ ഒരു കഫ്താൻ കണ്ടോ? ഉമ്മാന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ത്രിബ്ലക്സലാണ് ഉമ്മ, അത്രയും വണ്ണുള്ള ഉമ്മ. എന്നാട്ടും ഉമ്മാക്ക് ഇത് ലൂസാണ്. എങ്ങനെയുണ്ട്? ഇട്ടത് മാതിരി അറിയണ്ടോ? ഇടാൻ നല്ല സുഖല്ലേ? ഇടാൻ നല്ല സുഖമുണ്ട്. അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത്. ഇവിടെ 2 സൈഡ് ഓപ്പൺ വരുന്നുണ്ട്, 2 പോക്കറ്റും 2 സൈഡ് വരുന്നുണ്ട്. 2 പോക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഹാഫ് സ്ലീവ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാഫ് സ്ലീവ് മീൻസ് ഹാഫ് അല്ല, ഒരു ഇത്ര കായാണ്ട് ഒരു സ്ലീവ് നമ്മൾ ചെയ്തു. 5 സ്ലീവ് വേണ്ടവർക്കും അത് പിന്നെ എടുത്ത്. ഓക്കെ, എങ്ങനെ പോക്കറ്റ് ഒക്കെ ഇട്ടിക്കണേ? എന്നാ കേക്കണോ? ഇട്ടമാതിരി തോന്നുന്നുണ്ടോ? ഇടാ നല്ല സുഖല്ലേ? നല്ല ലൈറ്റ് വെയിറ്റ്, നല്ല മെറ്റീരിയലാണ്. ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് അർമാനി സാറ്റിൻ. ഓക്കെ, ഫാബ്രിക് വന്നിട്ട് ഇനി വളരെ ചുരുക്കം പീസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് പീസ് ഇതിന്റെ ഒരുപാട് പീസ് നമ്മൾ ഇതിന്റെ അടിച്ചായിരുന്നു, ഇതിന്റെ സ്റ്റിച്ച് ചെയ്തായിരുന്നു. ഒരുപാട് പീസ്. ഇതിന് വെറും 1499 രൂപ മാത്രം. ഓക്കെ, ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ എടുത്തു, നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ തുന്നി റിവ്യൂസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റിവ്യൂ കാണാൻ പറ്റും, ജെന്യൂൻ ആയിട്ട്. കാരണം ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിച്ചെന്നാ പറയും, ഇതിപ്പോൾ നിങ്ങൾ പറയുന്നതല്ലേ, ആൾക്കാർ വാങ്ങിയിട്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്നല്ലോ. നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിൽ നിങ്ങൾ നമ്മൾ തുന്നിന്നൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കി, എന്നിട്ട് നിങ്ങൾ നമ്മൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, സ്റ്റിച്ചിങ്ങിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കി. എല്ലാവർക്കും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര പേടിയൊക്കെയാണ്, കാരണം ഇത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നാളെ വന്നിട്ട് നിങ്ങളോട് ഉത്തരം പറയണം. എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ ഒരു ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനം വന്നത്, ലേറ്റ് പർച്ചേസ് ചെയ്തപ്പോ വന്നത് വളാണ്. ഓക്കെ, എത്തിക്കുന്നതാണ്. അപ്പൊ എന്തായാലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളി. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ പെൺമക്കളോടൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിൽ പുതിയ കളക്ഷൻ വന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഗായ്സ് അങ്ങനെ സീനു വിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഉമ്മാലി സീനുവിന്റെ ഒക്കെ സൈസ്? ഇത് ഫ്രീ സൈസ് ആണ്. സീനു ഉമ്മാക്ക് ഇഞ്ഞു തടിയുള്ള ആൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ഞൂടാ അല്ലേ? അത്രയും ലൂസില്ലേ? എന്നാലും ഇട്ട് കാണുമ്പോൾ നോക്കിയൊക്കെ നല്ല ഭംഗിയില്ലേ കാണാം. കഫ്താനാട്ടോ ഇത് വരുന്നത്, പോക്കറ്റൊക്കെ ഉണ്ടാവും. അതായത് ലൈറ്റ് വെയിറ്റ് ആണ്, നൈലടിക്കോ കാര്യങ്ങളൊന്നുമില്ല, കാരണം അങ്ങനത്തെ മെറ്റീരിയലാണ്. നൈലടിക്കുണ്ടോ? കൈ പിടിച്ച് കിടക്കണം, പോക്കറ്റിലിടാ. ഓക്കെ.